അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുഴച്ച് വെച്ച ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒട്ടും തക്കാളി വേണ്ട. പിന്നെ വലിയ ഉള്ളി പൊരിച്ച് മേലെ ദമ്മിടാൻ വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് കുഴച്ച് വെച്ച ബിരിയാണിയിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം. നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇലയാണിത്, രമ്പയുടെ ഇല, രമ്പയില. പിന്നെ നമ്മൾക്ക് മല്ലിച്ചപ്പ് വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി, ചെറുനാരങ്ങ. ചെറുനാരങ്ങക്ക് പകരം തൈരാണ് ഇതിലേറ്റവും കൂടുതൽ ടേസ്റ്റ് വരിക. അതുകൊണ്ട് തൈര് യൂസ് ചെയ്യുന്നതാവും ബെറ്റർ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി നന്നായി അരച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, 3 ടീസ്പൂൺ ബിരിയാണി മസാല. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. ഈ കുഴക്കുന്നതോടൊപ്പം നമുക്കതിൽ തൈര് യൂസ് ചെയ്യാവുന്നതാണ്, ചെറുനാരങ്ങയ്ക്ക് പകരം. എൻ്റെ കയ്യിൽ നിന്ന് തൈര് യൂസ് ചെയ്യുന്ന വീഡിയോ മിസ്സായ കാരണമാണ് ഞാനത് കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് തൈരോ ചെറുനാരങ്ങയോ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് നല്ല പുളിയൊക്കെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് പാന് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. ശേഷം നല്ല അടപ്പ് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ചോറിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചെമ്പ് അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിയുടെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട ശേഷം ഒന്ന് ഇളക്കി നാവിൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഉപ്പിൻ്റെ അംശം നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ടെന്ന്. ശേഷം നമുക്ക് പൊട്ടിച്ചെടുത്ത രമ്പയിൽ അതിലേക്കിടാം. 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വാരി വെച്ച നമ്മുടെ അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്താൽ തന്നെ അത് കിടന്ന് കുറച്ചൊക്കെ വെന്തോളും. ഇനി നമ്മളിത് ഇറച്ചി വേവിച്ച് വെച്ചതിൻ്റെ മുകളിലേക്ക് സാധാരണ ബിരിയാണി ദമ്മിടും പോലെ ദമ്മിട്ട് വെക്കുക. അരമണിക്കൂർ ദമ്മിൽ കിടന്ന ബിരിയാണി നല്ല ടേസ്റ്റും നല്ല വാസനയൊക്കെ ആയി വന്നിട്ടുണ്ടാവും. തക്കാളിയും ഉള്ളിയും ഒന്നും ചേർക്കാതെ വെച്ച ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.